another episode of സാംസ്കാരിക വീവ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ JJK സീസൺ 3 എപ്പിസോഡ് 4 വരെ ഇറങ്ങിയിട്ടുള്ളതിൻ്റെ വളരെ ആശ്ചര്യജനകമായ എപ്പിസോഡിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവാണ്. ഇന്ന് കൂടെയുള്ളത് ജുബൈർ ഖാൻ, ആദിൽ, ഗോകുൽ ആൻഡ് പിന്നെ ഞാൻ സാഹിൽ. അപ്പോൾ ജുബൈർ പറയൂ, എന്താണ് സീസൺ 3യെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം? കിടിലം ആനിമേഷൻ, കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇൻസ്പിറേഷൻസ് എടുത്തേക്കുന്ന എല്ലാം കിടിലം. മറ്റേ വി സാധനം ലെജൻഡ് ഐറ്റംസ് ഇൻസ്പിറേഷൻ. പിന്നെ മാങ്കയിൽ അവന്മാർ കുത്തി വരച്ചൊക്കെ വെച്ചേക്കുന്ന സാധനം ഇവിടെ കൃത്യം കുറേ ഒരു നല്ല രീതി വരച്ച് എടുത്തിട്ടുണ്ട്. കാരണം കേസിനെ കുറിച്ച് ഞങ്ങളാണിത് പറയുന്നത് കൂടെ ആലോചിക്കണം. ഇതിനൊരു സീസൺ 1 സീസൺ 2 ഇറങ്ങിയിരുന്നു, അന്ന് ഞങ്ങള് വീഡിയോ ഇട്ടിരുന്നു. സീസൺ 2നെ കുറിച്ച് ഞങ്ങൾ ഇട്ട വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. മാങ്ക വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ സീനൊന്നും ആ മാങ്കയിൽ എവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ പടച്ചു വെച്ചിട്ടുണ്ട്. വൃത്തിക്ക് ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഉള്ള എല്ലാവരെയും ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കള്ളിങ് ഗെയിമിൻ്റെ ഹോംവർക്കാണ്. അപ്പോൾ കള്ളിങ് ഗെയിം എന്താണെന്നും ആരാണെന്നും എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ആർക്കും ഒന്നും മനസ്സിലാവാത്ത സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൊണ്ട് കഴിഞ്ഞ് കള്ളിങ് ഗെയിമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പറയാൻ പറ്റില്ല. തങ്കം എന്നല്ലേ പറയാൻ പറ്റൂ. തങ്കം ചേട്ടൻ തങ്കം ചേട്ടനെ പറ്റി പറയുന്നതായിരിക്കും. എപ്പിസോഡ് സീസൺ 3 നിന്റെ അഭിപ്രായം എന്താണ്? സീസൺ 3 OG കുറച്ച് റെഫറൻസസ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കിൽബിലിന്റെ ഫൈറ്റ്, പിന്നെ വൺ പീസ് കണ്ടവർക്ക് ആ ബെലമി ഫൈറ്റിന്റെ കുറച്ച് റെഫറൻസസ് കിട്ടുമായിരിക്കും. എപ്പിസോഡ് 4 ബാക്കിയായിട്ടുള്ള ആ ഒരു പഞ്ചില്ലേ, അത് ഫസ്റ്റ് ആ ബെലമിയുടെ ആ സാധനം അവൻ ഫുൾ ഇങ്ങനെ ചാടി ചാടി പോകുന്നതും ആ ഫസ്റ്റ് ഒറ്റ പഞ്ചിന് നോക്കൗട്ട് ആകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെത്. പിന്നെ കുറെ മീംസ് ഉണ്ടല്ലോ, മീംസ് ഉണ്ട്. മറ്റേ മുടി ഒക്കെ വെച്ചിട്ട് ലൈക്ക് ആ ഒരു ഫൈറ്റ് ഈ സാധനം നാഫ് ചെയ്ത് കളയുന്ന ആ ഒരു ഇത്. പിന്നെ അതെ, പിന്നെ ഐക്കോണിക് ടോജി കാണിക്കുന്ന സാധനം, അത് നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടോജി പക്ഷെ അതെ, മാങ്കയിൽ ആക്ച്വലി ആ സീനിന് കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ട് കേട്ടോ. ആ ടോജി കാണിക്കുന്ന സീൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഫുള്ള് വാഷ് ചെയ്ത് കളഞ്ഞ ഇതിൽ അവന്റെ മെമ്മറി, അവന്റെ POV പോലെയാണ് കാണിക്കുന്നത്. മാങ്കയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നവോയ അവനെ നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ഒരു ഹൈ എന്തിനെയോ ഇവ ഇങ്ങനെ മറ്റേ നോക്കി കാണുന്ന മൗണ്ടൻ അതിനെ നോക്കി കാണുന്ന കണക്കാണ് ഒരു ഇത് കാണിച്ചേക്കുന്നത്. പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാഷ് ഔട്ട് ചെയ്തൊരു ചെറിയ സാധനം എന്നിട്ട് ഭയങ്കര പുച്ഛ അവന്റെ സംസാരം ഉണ്ടല്ലോ, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പേടിയായിട്ടാണ് സംസാരിക്കുന്ന നമുക്ക് തോന്നിയത് മാങ്കയില്. ഇതിനകത്ത് അവ ഒരുമാതിരി പുച്ഛിച്ച് സംസാരിക്കുന്നത്. പിന്നെ ആ മാക്കിയെ കാണുമ്പോഴത്തേക്ക് അതും എനിക്ക് നെർഫ് ചെയ്തു. പക്ഷെ അതാണ് ഒരു കണക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവോയുടെ സ്വഭാവം വെച്ചിട്ട് അവൻ പുച്ഛിച്ച് സംസാരിക്കുന്നതാണ് കറക്റ്റ് സ്വഭാവം വെച്ചിട്ട്. അതെ, ശരിയാണ്. അപ്പൊ ഇപ്പം മറ്റേ ഇവന് മാത്രം ഒരു തോജിക്ക് മാത്രം റെസ്പെക്ട് കൊടുക്കുന്നതാണ് കാണിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. അത് ആ ക്യാരക്ടറിന്റെ സ്വഭാവം അല്ല അത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ സ്വഭാവം സത്യം പറഞ്ഞാൽ നല്ല ശോക സ്വഭാവം. കാര്യം പറയാം, സമ്മതിക്കും നിങ്ങള്. അതെ അതെ അതെ, ബാക്കി എല്ലാരും മരിച്ചു അല്ലെ, എണ്ണ 1 2 3 സ്വന്തമായിട്ട് എന്തോന്നറി അതല്ല, അത് വെട്ടിപ്പോയി. ആക്ച്വലി അതിന്റെ വോയിസ് ആക്ടറും നല്ല രീതിയിൽ അയാൾ ആ ഇമോഷൻ, ആ ചൊറി ഇമോഷൻ വളരെ കറക്റ്റായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത സെറ്റപ്പിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അത് നൈസൊരു ആംഗിളായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാക്കിയുടെ ഗ്ലോപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. അത് പിന്നെ മാങ്ക വായിച്ച ആൾക്കാർക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞ ആൾക്കാർക്കും മനസ്സിലായിരുന്നു. നമ്മൾ തന്നെ പ്രോഡക്ട്സ് കൊടുക്കുന്ന സമയത്ത് ആൾക്കാരുടെ മാക്കിയുടെ പോസ്റ്ററിന് വേണ്ടിയായിരുന്നു വരുന്നത്. അതിനൊക്കെ അപ്പം അത് തന്നെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത്രയും പേര് മാങ്ക വായിച്ചിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്പോയിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ കുറച്ച് ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പോസ്റ്റർ എന്താന്നുള്ളത്. വളരെ കുറച്ച് ആൾക്കാരെ ചോദിച്ചിട്ടുള്ളൂ. ചോദിക്കുന്നുണ്ടോ അങ്ങനെ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് ആരാണ് എന്താണെന്നുള്ളത് സംഭവിച്ചെന്നൊക്കെ.
പിന്നെ ആ ഇമ്പാക്ട് ഫ്രെയിമായിട്ട് മാറ്റിയത് അത് ശ്രദ്ധിച്ചായിരുന്നു. അതായത് മാങ്കയ്ക്കകത്തൊരു കിടിലൻ പാനലുണ്ട്. അതായത് നോയ കാണുന്ന സമയത്ത് മാക്കിയെ കാണുമ്പോൾ ടോജി ഓർമ്മിക്കുന്ന ഒരു സീനുണ്ട്. രണ്ടുപേരെ സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ചിട്ടൊരു പാനലുണ്ടായിരുന്നു. അതിനെ വരെ ഒരു ഇമ്പാക്ട് ഫ്രെയിം ആക്കി കളഞ്ഞായിരുന്നു. ഏത് ഫ്രെയിം ഉണ്ടത്? അവന്മാരാകെ ഒറ്റ ഫോട്ടോ വരച്ചിട്ട് ഒരു അത് തന്നെ റെപ്ലിക്ക ചെയ്തിട്ടാണ് അവന്മാര് സാധാരണ ഗതിയിൽ ബാങ്കയ്ക്കകത്ത് മൊത്തം കോൺവെർസേഷൻസ് കൊടുത്തിരിക്കുന്നത്. കോപ്പി പേസ്റ്റ് ഫ്രെയിംസ് ഉണ്ടോ? കോപ്പി പേസ്റ്റ് ഫ്രെയിം ഇഷ്ടം മാതിരി ഉണ്ട്. അത് കാരണം എനിക്കൊന്നും ഓർമ്മ പോലും വരുന്നില്ല. മാങ്ക സത്യം പറഞ്ഞാൽ മാങ്ക വായിക്കുന്ന ചടപ്പാണ്, ഭയങ്കര ചടപ്പാണ്. പ്രത്യേകിച്ച് ജ്യൂസ് കഴിച്ചിട്ടുണ്ട്. ഈ പാനലിൽ അവന്മാർ ഇമ്പാക്ട് ഫ്രെയിം ആക്കിയായിരുന്നു. അതൊരു മാതിരി ആയിപ്പോയി. കാരണം അത് സെറ്റ് പാനലായിരുന്നു. മറ്റേ മാക്കി ടോജി ആ ഒരു കമ്പാരിസൺ പറഞ്ഞ ഒരു സാധനം. നോയ കറക്റ്റ് മാക്കിയിൽ ടോജിയെ കാണുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെന്തായാലും തലയിടിച്ച് പൊളിച്ചപ്പോഴത്തേക്കും അവർ സൂപ്പറായിട്ട് എവിടെ എങ്ങനെയാണ് മറ്റേ സീസൺ 2 എൻഡ് ചെയ്ത ആൾക്കാർക്ക് മറന്നുപോയി കാണും. സീസൺ 2 എൻഡിൽ കള്ളിങ് ഗെയിമിനെ കുറിച്ച് പറയുന്നതും അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പഴയ സോസറേഴ്സ് 1000 വർഷങ്ങളായിട്ടുള്ള സോസറേഴ്സ് ഉണർന്നതും അങ്ങനെ പലജാതി സാധനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവരൊക്കെ എന്തിനാണ് ഉണർത്തിയത് ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ഡൗട്ട് കാണും. പിന്നെ കൺഫ്യൂഷൻസ് കാണും എന്തിനാണ് എന്നുള്ളത്. ബേസിക്കലി ഐ തിങ്ക് മാങ്ക ഇതുവരെ ഈ 4 എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് ഒരു ചെറിയ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായി എന്തിനായിരിക്കും ഈ സാധനം തുടങ്ങിയെന്നുള്ളത്. അത് മറ്റേ ഇതിന്റെ പ്രൈമറി ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റേ ഇവനാണ് കെഞ്ചാക്കു. ഈ കെഞ്ചാക്കു ലൈക്ക് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ജീവിയാണല്ലോ. ഒറോച്ചിമാറു സെറ്റപ്പാണ്. ബ്രെയിൻ എവിടെ എടുത്ത് വെക്കുന്നു അവിടെ കെഞ്ചാക്കു ഉണ്ട്. അപ്പം ഈ കെഞ്ചാക്കു ഒരുപാട് ഏൻഷ്യൻ സോസറേഴ്സ് ആയിട്ട് പാക്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ ഭാവിയിൽ വരുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ ഈ സോസറേഴ്സിനെല്ലാം റിവൈവ് ചെയ്യാന്നുള്ളൊരു ഏൻഷ്യൻ സോസറേഴ്സുമായിട്ടും ഉണ്ട്, ഏൻഷ്യൻ കേഴ്സസുമായിട്ടും ഉണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഫ്യൂച്ചറിൽ ഇവർക്ക് മാത്രം മറ്റേ വിഹരിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാന്നായിരുന്നു അതിന്റെ അബ്സല്യൂട്ട് ഗോഡായിട്ട് സുക്കുനെ ഒരു യൂട്ടോപ്പിയ ഡീമൺസിനും കേഴ്സസിനും വേണ്ടി എന്നുള്ള സംഭവം പാക്ക് ചെയ്തിട്ട് അതിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഈ കെഞ്ചാക്കു പുൾ ഓഫ് ചെയ്യുന്നത്. ഈ സീസൺ സീസൺ 2 ലാസ്റ്റ് ആണ് മറ്റേ ആ കേഴ്സ്ഡ് ടെക്നിക്ക് ചെയ്തിട്ട് ഈ എല്ലാ ഏൻഷ്യൻ സ്പിരിറ്റ്സിനെയും പുതിയ സോസറേഴ്സിനെ അവർ അവൈക്കൻ ചെയ്യുന്നത്. ഈ അവൈക്കൻ ചെയ്യുന്നത് ആക്ച്വലി എല്ലാ ഈ മറ്റേ എന്താ പറയുക ടെങ്കൻ സമ കാണിക്കുന്ന എപ്പിസോഡില്ലേ എല്ലാം ഫെയ്റ്റ് വഴി കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ എപ്പിസോഡ് ഫെയ്റ്റ് വഴി കണക്റ്റഡ് ആണ്. അപ്പം ഈ സോഴ്സറേഴ്സിന്റെ എല്ലാം അവൈക്കനിങ് കാരണം ലൈക്ക് ഫുൾഫിൽ ആയാൽ മാത്രമേ ഇത്രയും കേഴ്സ് എനർജി അവിടെ വരെയും ഇവരുടെ പ്ലാന് ഫുൾഫിൽ ആവാനും പറ്റുള്ളൂ. അതിനുള്ള മെയിൻ പോയിന്റ് ആണ് കള്ളിങ് ഗെയിം. ഈ കള്ളിങ് ഗെയിമിന് പ്രൈമറിലി 10 സോണുണ്ട്. ഈ സോണിന് 10 സോൺ ഈ കള്ളിങ് ഗെയിമിന് 10 സോണാണുള്ളത്. 10 സോണാണ്. ഈ 10 സോണിനകത്താണ് ഗെയിം നടക്കുന്നത്. 9 സാധനം വന്ന എവിടെ അറിയോ 19 ദിവസത്തിനുള്ളിൽ പ്ലെയർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഈ സോണിനകത്ത് കയറി ഈ ഗെയിം എന്ന് വെച്ചാൽ ഓപ്പൺ വേൾഡ് RPG അതാണ്. അതിനെല്ലാം സോണുകൾ കൊടുത്തിട്ടുണ്ട്. ഏത് പ്ലെയറിന് ഏത് സോണിലോട്ട് വേണം പോവാം. ഈ സോണിൽ പോയിട്ട് സോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അപ്പോഴേ പ്ലെയർ ആയിട്ട് മാറുക. അപ്പോൾ സോഴ്സറർ ആണെന്നുണ്ടെങ്കിൽ ഈ അവേക്കൻ ചെയ്ത സോഴ്സറേഴ്സും ഏൻഷ്യൻ സോഴ്സറേഴ്സും എന്തായാലും ഗെയിമിന്റെ റൂൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. വിത്തിൻ 19 days അക്സെപ്റ്റ് ഇല്ലെങ്കിൽ 19 ദിവസം കഴിയുന്ന സമയത്ത് ഇവരുടെ ഇതെന്തോ പറയുന്നത് അവരുടെ ടെക്നിക്ക് സ്ട്രിപ്പ് ചെയ്യപ്പെടും. റൂൾ നമ്പർ 1 ആണ്. ആഫ്റ്റർ അവേക്കനിങ് ദെയർ കേഴ്സ് ടെക്നിക് പ്ലേയേഴ്സ് മസ്റ്റ് ഗോ ടു എ കോളനി ഓഫ് ദെയർ ചോയ്സ് വിത്തിൻ 19 days ആൻഡ് പ്ലെഡ്ജ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ കള്ളിങ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏൻഷ്യൻ സോഴ്സർ ആണെന്നുണ്ടെങ്കിലും അവേക്കൻ സോഴ്സർ ആണെന്നുണ്ടെങ്കിലും അവരുടെ കേഴ്സ് ടെക്നിക്ക് പോവും. സോണിന്റെ വെളിയിലാണെങ്കിൽ പോകും. പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോകും. പ്ലെയറായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് കേഴ്സ് ടെക്നിക്ക് റിമൂവ് ആവുന്നല്ല പറയുന്നത്, സ്ട്രിപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ബേസിക്കലി കേഴ്സ് ടെക്നിക്ക് സ്ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആരോ പറയാൻ ചെയ്യും അതിനെക്കാളും നല്ലത് മരിക്കുന്നതന്നെ ആയിരിക്കും. അപ്പം ഫണ്ടമെന്റലി അവര് ഇറേസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റലി അങ്ങനെ എന്തോ ഒരു വാക്കിനെ അവര് മറ്റേ ഇത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പേര് ഞാൻ മറന്നു. ഞങ്ങൾക്ക് ആ ചെറിയ പോർഷൻ കണ്ടായിരുന്നു. അപ്പൊ സ്ട്രിപ്പ് ചെയ്യുന്ന പറയുന്നത് ബേസിക്കലി അവർ മരിക്കും. അത് തന്നെയാണ് സംഭവം. വേറെ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ വിത്തിൻ 19 days പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് റൂള്.
സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലെയർ ബ്രീച്ചിങ് ദ ഫസ്റ്റ് റൂൾ ഷാൾ ബി സ്ട്രിപ്ഡ് ഓഫ് ദ ടെക്നിക്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ടെക്നിക്ക് പോവും, സ്ട്രിപ്പ് ചെയ്യും, ബേസിക്കലി ദെൽ ഡൈ. സെക്കൻഡ് റൂൾ. തേർഡ് റൂൾ എന്ന് പറയുന്നത് നോൺ പ്ലെയേഴ്സ് ഷാൾ ബിക്കം പ്ലെയേഴ്സ് അപ്പോൺ എൻട്രിങ് എ കോളനി ആൻഡ് ദെയർ എൻട്രി ഷാൾ ബി ടേക്കൺ ആസ് പ്ലെഡ്ജിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കള്ളിങ് ഗെയിം. നോൺ സോസറേഴ്സ് അല്ലെങ്കിൽ നോൺ പ്ലെയേഴ്സ് കയറി കഴിഞ്ഞാൽ അവരും പ്ലേയേഴ്സ് ആവും. അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർ പ്ലേയേഴ്സ് ആവും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ അവർക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല. ഷിക്കിഗാമി അസൈൻ ചെയ്യും. ഈ ഷിക്കിഗാമി ആയിരിക്കും ഈ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അവരും പ്ലെയർ അങ്ങനെയാണല്ലേ എന്റെ പേര്, ആ ഒരു ഷിക്കിഗാമിയുടെ ഒരു ഒരെണ്ണം ഇവരെ കൂടെ കാണുമല്ലോ. പേരെനിക്ക് ക്ലിയർ അല്ല. പക്ഷെ ഷിക്കിഗാമി അസൈൻ ആവും. ഒരു ചെറിയ പ്യൂപ്പ പോലത്തെ സാധനം, ചെറിയ ഐറ്റം. സിമിലർ സാധനം നമ്മുടെ ഇതിലുണ്ടല്ലോ, അത് ഭയങ്കര ക്യൂട്ടാണ് ഇത്. അവയിട്ട് പ്രാന്തെടുപ്പിക്കും അതിന്റെ ചാറെടുക്കുവായി. സത്യം, അതിനെ ഇട്ട് പുഴുങ്ങി അത് സൂപ്പർ സംഭവമാണ് കേട്ടോ. ഓർമിസെന്റിന്റെ വ്യൂ പോയിന്റ് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനമുണ്ട്. ഓർമിസെന്റിന്റെ വ്യൂ പോയിന്റ് സാധനമാണ്. പിന്നെ റൂൾ നമ്പർ 4 ഹൊഗാനെ എന്നാണ് ഷിക്കിഗാമിയുടെ പേര്. അപ്പോൾ റൂൾ നമ്പർ 4 എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് വിൽ റിസീവ് പോയിന്റ്സ് അപ്പോൺ എൻഡിങ് ദ ലൈഫ് ഓഫ് അനദർ പ്ലെയർ. വേറെ പ്ലെയറിനെ കൊല്ലുന്ന സമയത്ത് കൊല്ലുമ്പം ആ ഇത് എന്താ പറയാ പോയിന്റ് കിട്ടും. അത് മറ്റേ സിവിലിയൻ ആണെങ്കിൽ 1 പോയിന്റ്, സോസർ ആണെങ്കിൽ 5 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് റൂൾ നമ്പർ 5 എന്ന് പറയുന്നത് പോയിന്റ് ഷുഡ് ബി ഡെസിഗ്നേറ്റഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ദാറ്റ് ദ ഗെയിം മാസ്റ്റർ ഗിവ്സ് ദെയർ ലൈഫ് ആൻഡ് ഫണ്ടമെന്റലി a sorcerer is worth 5 points and non sorcerers will be 1 point. ഈ നോൺ സോസറിനകത്ത് കേഴ്സസ് പെടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കേഴ്സസ് വേറെ ഒരു ലോകത്താണ്. എടാ റൂൾ നമ്പർ 5 സോഴ്സറേഴ്സ് ആണെങ്കിൽ 5 പോയിന്റ്, നോൺ സോഴ്സറേഴ്സിന് 1 പോയിന്റ്. ഈ നോൺ സോഴ്സറിനകത്ത് കേഴ്സസ് പെടുവോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. കേഴ്സസ് അങ്ങനെ നമുക്ക് സ്റ്റോറി ഇതിന്റെ ഫ്യൂച്ചർ അറിയാവുന്നതിനകത്ത് എവിടെയും കേഴ്സസിനെ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിക്കിപീഡിയ നോക്കി പറയുന്നുണ്ട്, നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് റൂൾ നമ്പർ പറഞ്ഞില്ലേ, ദോക്കബൈ എന്ന് പറഞ്ഞാൽ ഏതാത്തുള്ളതെന്നറിയോ? ORV ചെറിയ തരത്തിന്റെ പേരായിരുന്നു. ഞാൻ ദോക്കോ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനസ്സിലായി. അടുത്ത റൂൾ നമ്പർ 6, 100 points by spending 100 points, not counting the initial point value assigned to them. Player may negotiate with the game master to add another rule to the culling game. അവർക്ക് എക്സ്ട്രാ റൂൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് 100 പോയിന്റ് അല്ലേ, 100 പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നോൺ സോസർ ആണെങ്കിൽ 5 പോയിന്റ് വെച്ച് കിട്ടും അല്ലേ? 1 പോയിന്റ് വെച്ച് കിട്ടും. സോസർ ആണെങ്കിൽ 5 പോയിന്റ് വെച്ച് കിട്ടും. ആ 5 പോയിന്റ് വെച്ചിട്ട് 100 പോയിന്റ് വരെ ആക്കണം. ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിം മാസ്റ്ററിനെ നേരിട്ട്, ജഡ്ജിനെ നേരിട്ട് കണ്ട് ഒരു പുതിയതായിട്ടൊരു റൂൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഈ പുതിയ റൂൾ ആഡ് ചെയ്യുമ്പം അത് കള്ളിങ് ഗെയിമിന്റെ ഫംഗ്ഷനിങ്ങിനെ ഹിൻഡർ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മറ്റേ എന്തോ അങ്ങനെ എന്തോ ഹാൻഡിക്യാപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തോ സാധനമുണ്ട്. മുമ്പുള്ള 6 റൂളിന് നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. റൂൾ 1 to 6 നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് കള്ളിങ് ഗെയിമിന്റെ ഫ്യൂച്ചറിന് അഫക്ട് ചെയ്യാൻ പാടില്ല, ഫംഗ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ 2 സിറ്റുവേഷനിൽ ഒരു റൂൾ ആഡ് ചെയ്യാം. പേഴ്സണൽ ബെനിഫിറ്റിന് ആഡ് ചെയ്യാം കേട്ടോ, ആ ഒരു സാധനം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ പേഴ്സണൽ ബെനിഫിറ്റിന് എന്തെങ്കിലും റൂൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഗെയിം മാസ്റ്റർ എന്നൊരു സാധനം വരും, അതിനെപ്പറ്റി റൂൾ ബാക്കി പറഞ്ഞത്. റൂൾ നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഗെയിം മാസ്റ്റർ മസ്റ്റ് അപ്രൂവ് എനി അഡീഷണൽ റൂൾ റിക്വസ്റ്റഡ് അണ്ടർ റൂളർ 6 എക്സെപ്റ്റ് വെൻ ദ റൂൾ വുഡ് സിഗ്നിഫിക്കൻറ്റ്ലി ഹിൻഡർ ദ കണ്ടിന്യൂഷൻ ഓഫ് ദ കള്ളിങ് ഗെയിം. നമ്മൾ പറഞ്ഞ സാധനം ഈ റൂൾ 6 മുമ്പിലോട്ടുള്ളതിനെ ഹിൻഡർ ചെയ്യാൻ പാടില്ല, കള്ളിങ് ഗെയിമിൻ്റെ ഫംഗ്ഷനിങ്ങും ഹിൻഡർ ചെയ്യാൻ പാടില്ല. അതാണ് റൂൾ നമ്പർ 7. അടുത്തത് റൂൾ നമ്പർ 8, പ്ലെയേഴ്സ് നോട്ട് ഷോ എ ചേഞ്ച് ഇൻ പോയിന്റ് വിത്തിൻ 19 days ഓഫ് ജോയിനിങ് ഓർ ഓഫ് അക്വയറിംഗ് പോയിന്റ് ഷാൾ ബി സ്ട്രിപ്ഡ് ഓഫ് ദ ടെക്നിക്. 19 ദിവസത്തിനകത്ത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് 19 ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും അവർക്ക് നേടുകയും ചെയ്യണം. ഇതാണ് ആകെ ഉള്ള 8 റൂൾ. ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ചേച്ചി കണ്ടൊരു മാങ്ങ തൊലി മനസ്സിലാവുക. ഇല്ല, ഇനി അങ്ങോട്ട് കള്ളിങ് കണ്ടിട്ട് ഒരു മനസ്സിലാവത്തില്ല. ഇവരെന്തിനാണ് ഈ പറഞ്ഞ ഓരോരുത്തർ ജോയിൻ ചെയ്യാൻ പോകുന്നു? ഇനി ഒരു ക്യാരക്ടറിനെ കാണാൻ പോകുന്നുണ്ട്. 10 സോൺ 8 റൂൾ 19 ദിവസം. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന പറഞ്ഞാൽ അടുത്തൊരു സോണിലോട്ട് ഇവർ പോകാൻ പോകുന്നു. ആ സോണിൽ ഇന്ന ആളുണ്ടെന്നൊക്കെ പറയുമ്പോൾ സോണോ ആളോ എന്ന് ചോദിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ റൂൾ എന്തോന്ന് അറിഞ്ഞിരിക്കണം.
8 റൂൾസ് പറഞ്ഞാൽ മാങ്കിയൊക്കെ വായിച്ചവര് നമ്മൾ ഈ സമയത്ത് സ്മരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയത്. അല്ല മാങ്ക വായിക്കുമ്പോൾ മനസ്സിലാവില്ല. കാരണം മാങ്കത്ത് ഇത്ര ഡീറ്റെയിലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. റൂൾ നമ്പർ 1, 2, 3, 4 ജസ്റ്റ് ഇങ്ങനെ ലൈനിട്ട് അങ്ങ് പോയിട്ടില്ലേ ഉള്ളൂ. അല്ല അത് ആനിമ ഈ ഒരു സീസൺ 3 റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു എപ്പിസോഡ് അവർ കൊടുത്ത് ഈ തെങ്കൻ സമയം ഇവരെ കാണാൻ പോകുന്നു. തെക്കൻ സമയം കാണാൻ പോയിട്ട് തെക്കൻ സമയം ഇവർക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് വിത്ത് ഒരു ഹൈറാർക്കി ബോർഡൊക്കെ വരച്ച് 3D ഒന്നുമില്ല അങ്ങനെ വരച്ച് ചെയ്തു കൊടുക്കും. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അസിമുലേഷൻ അറിയാം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു അസിമുലേഷൻ നമുക്കറിയാം. തെങ്ങൻ സമയത്ത് അസിമുലേഷൻ്റെ കാര്യമായിരുന്നു അടുത്തൊരു ഡൗട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അറിയാന്ന് പറഞ്ഞത് നമ്മൾ സംസാരിച്ച ഇത് വേറെ കോണ്ടെക്സ്റ്റ് ആണ്, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. നമ്മൾ തമ്മിൽ സംസാരിച്ച ഒരു കോൺവെർസേഷനിൽ ഒരു അസിമുലേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് വലിയ സ്പോയിലറാണ്, അതിനെപ്പറ്റി നമ്മൾ മിണ്ടുന്നില്ല. തെങ്കൻ സമയത്ത് അസിമുലേഷൻ വലിയൊരു കാര്യമാണ്. അതിനെ പറ്റിയാണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടത്. 1, 2 പറഞ്ഞാൽ ഈ വരുന്ന അടുത്ത എപ്പിസോഡിലെ ക്യാരക്ടർ ഷിൻജി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം അവന്റെ കേഴ്സ് ടെക്നീക്കും അത്യാവശ്യം സൂപ്പറാണ്. ജാക്ക്പോട്ട് അവന്റെ മീം കണ്ടു കാണും. ഡാൻസ് നമ്മളെ ടോബി മഗ്വറി ആ സാധനം അതാ. പിന്നെ അവന്റെ കയ്യിരിപ്പ് സൂപ്പറാണ്. അതാണ് ആക്ച്വലി ഐക്കാരി ഷിൻജിയുടെ ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അടുത്ത വരുമ്പോഴത്തേക്കും ഷിൻജി മിസോജിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വരും. നമുക്കൊരു കമ്മീഷനൊക്കെ വെക്കും. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റഫറൻസ് കിൽബിൽ. ഞാൻ ഭയങ്കര ക്വന്റിൻ ടാരന്റിനോന്റെ ഫാനാണ്. അണ്ടിൽ ഹി ബിക്കം എ പ്രോ. അതിന് മനസ്സിലായി കോണ്ടക്സ്റ്റ് എന്താണെന്നുള്ളത്. അണ്ടിൽ ഹി ബിക്കം എ പ്രോ. അപ്പോഴ് പുള്ളിക്കാരൻ്റെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോ അൺചെയിൻഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലല്ല പൾപ്പ് ഫിക്ഷൻ ഒന്നും അല്ല, കിൽബില്ല. ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിനെക്കാളും എനിക്ക് ഹേറ്റ്ഫുൾ എയ്റ്റ് എന്ന് പറഞ്ഞു. അത് അധികം പേര് കണ്ടിട്ടില്ല. എല്ലാ വളത്തിലുണ്ട്. അപ്പോഴ് അതൊക്കെ 4ാമതൊക്കെയാണ് ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സൊക്കെ. അപ്പോഴ് ഈ കിൽബിലിനകത്ത് ആ ഒരു സീൻ എന്തോ മാസം സാധനം. അത് മറ്റേ അവിടെ നിന്ന് മറ്റേ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ ഇത് അഡാപ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി അളവന്താൻ അഡാപ്റ്റ് ചെയ്ത് കിൽബില്ലി കൊണ്ടുപോയി. ആ കിൽബില്ലി അഡാപ്റ്റ് ചെയ്ത് ജപ്പാനില് ജെ വന്ന്. പിന്നെ സൗണ്ട് ഡിസൈനിങ്, മ്യൂസിക് നല്ല രീതിയിൽ ഒരു ഇപ്രാവശ്യം ഫൈറ്റ് കൊറിയോഗ്രാഫി നമ്മളെപ്പോഴും ജെജെക്കായിട്ട് മോശം പറയുന്ന ഒരു കാര്യമാണ് ഫൈറ്റ് കൊറിയോഗ്രാഫിയുടെ കാര്യം. എനിക്ക് പക്ഷെ ഫൈറ്റ് കൊറിയോഗ്രാഫി ലാസ്റ്റ് സീസൺ 2 ഇഷ്ടപ്പെട്ടൊരെണ്ണമുണ്ട്. ചോസോ വേഴ്സസ് സുക്കുന അല്ല, നമ്മുടെ കെഞ്ചാക്കു. മറ്റേ ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ചോസോയുടെ ഫൈറ്റ് ആക്ച്വലി നല്ല രീതിയിലാണ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ പിയേഴ്സിംഗ് ബ്ലഡ് ആണെന്നുണ്ടെങ്കിലും ആ മറ്റേ അവനായിട്ട് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അവനായിട്ട് കണ്ടുപിടിച്ച ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു സാധനം പറയുമല്ലോ, നവോയായിട്ട് ഫ്യൂഷനോ എക്സ്പ്ലോഷൻ അങ്ങനത്തെ സാധനം. മറ്റേ അതാണോ മറ്റേ ഫുള്ള് ബ്ലഡ് ഫുള്ള് ബ്ലഡ് സ്കാറ്റർ ആയിട്ട് ഈ മറ്റേ ചെറിയ ടൈനി ഡ്രോപ്സ്. ആ സാധനം സൂപ്പർനോവ സംഭവം. പക്ഷെ ആ ടെക്നിക്കൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി ഫൈറ്റിനൊന്നും അത്രയുള്ള സംഭവം സീസൺ 2 കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സീസൺ 3 എന്തുവായിരുന്നു മനസ്സിലാവണമെങ്കിൽ പറയണം. 2-3 ഇങ്ങനെ കുറിച്ച് ദൂരെ വരുമ്പോ സുഖനോയ്ക്ക് മുഖവും കണ്ണും മൂക്കൊന്നും ഇല്ല, അങ്ങനൊക്കെ ആയിരുന്നു സീസൺ 2. സീസൺ 3 വന്നപ്പോഴത്തേക്കും അവര് കഴിഞ്ഞാല് മാക്കി ഇടിക്കുന്ന സമയത്ത് അപ്പോഴൊരു എക്സ്റേ മെഷീൻ കൊണ്ടുവച്ചിട്ട് കറക്റ്റ് ക്ലിയർ ചെയ്ത് മോനെ നിനക്ക് മൾട്ടിപ്പിൾ ബോൺ ഫ്രാക്ചേഴ്സ് ഉണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ ചന്തിക്ക് ഒരു കുത്തും കിട്ടും. ഇതേ സമയത്ത് അങ്ങനെ ഞാനേക്കണ മുഖം ഇത്ര ഇടിച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ കിടന്ന് എഴിഞ്ഞു പോയതാണ്. അന്ന് പറഞ്ഞാൽ അവന്
അവന് ഈ അവന്റെ ആ ഒരു ഹേറ്റ് ഉണ്ടല്ലോ ഇത്രേ ഉള്ളവന് അതിന്റെ ഹെഡ് ആവണം, സെനിൻ ക്ലാന്റെ ഹെഡ് ആവണം. അതിനിപ്പോ ഇവന് ഹെഡായിട്ട് ഭരിക്കാൻ ആരും ജീവനോടില്ലെങ്കിലും കുഴപ്പമില്ല, ഹെഡ് ആവണം. ഹെഡ് ആവണം. ഞാൻ ഒറ്റയ്ക്ക് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അതിന്റെ വേണ്ട വേണ്ട ഇതെല്ലാം ഞാൻ തന്നെ, സെക്രട്ടറി ട്രഷററും പ്രസിഡന്റും എല്ലാം ഞാൻ തന്നെ. നീ എന്താ പറയാ? മറ്റേ കിൽബിലിന്റെ ആ സോഡില് റിഫ്ലക്ഷൻ കാണിക്കുന്ന ആ സീൻ അതേ കണക്ക് ഉണ്ടായിരുന്നു. അതേ കണക്ക് അവിടെ നിൽക്കുന്ന മറ്റേ ഫ്ലോറിന് താഴെ എന്നുള്ള ഷോട്ട് മാക്കി സ്ലൈഡ് ചെയ്ത് നോക്കുന്ന സാധനം. അത് ബെറ്റർ ദൻ ഗോറോ. ഗാരോ സ്ലൈഡ് അത് വിഷയമായിരുന്നു. ആ സ്ലൈഡ് എന്ത് സ്മൂത്ത് അനിമേഷൻ വന്ന് മറ്റേ അരിഞ്ഞിട്ട് 60 പീസിലുള്ള സാധനം. 120 എന്തുവായിരുന്നു. അതാരോ ഏതോ ഒരു കമന്റിൽ ഉണ്ടായിരുന്നു, ഒരു 15th മിനിറ്റിൽ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടായിരുന്നു, 13th മിനിറ്റിൽ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് അനിമേഷൻ സ്മൂത്ത് ആയിട്ട് തോന്നിയില്ല, അനിമേഷൻ ക്വാളിറ്റി പ്രശ്നം. ആരാ മറ്റേ ഇതിനകത്ത് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ. കുറച്ച് ശോകം സർവർമാരൊക്കെ ചിലപ്പോ പിങ്ക് കൂടിയുണ്ട്. അല്ല, ഈ അവന്മാരായിരിക്കണം മിക്കവാറും കത്തില്ല ആ ഇട്ട് കമന്റിട്ടവരുണ്ടല്ലോ, അവരായിരിക്കണം മിക്കവാറും ഈ വൺ പീസിനകത്ത് മറ്റേ ഓരോ ഫ്രെയിമിലും ഉള്ള ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. റഫറൻസ് കണ്ടുപിടിക്കുന്നത് അവന്മാര് മറ്റേ പോയിന്റ് 25 ഇരുന്നായിരിക്കും ആനിമ കാണുന്നത്. മറ്റേ ഇതുണ്ടല്ലോ, ഈ മറ്റേ സോറോ കിങ് ഫൈറ്റിൽ ലൈറ്റ്നിങ്ങില് സോറോ ഇമ്പാക്ട് ഫ്രെയിമില് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഏതോ 2-3 അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണും, തെന്നിയും തിരിച്ച് കണ്ടാൽ. പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നേ മാഷാ അല്ലാഹ് വലിയ കാര്യം. പിന്നെ ആ യുജിയും യൂട്ടായിട്ടുള്ള ഫൈറ്റിന്റെ ആ സീക്വൻസ് മാറ്റിയായിരുന്നു. ആ കാറിന്റെ വെച്ചിട്ട് ഒരു കിടില ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ട്രിം ചെയ്ത പോലെ. പിന്നെ റീക്കച്ചൻ വന്നില്ലേ, പക്ഷെ അത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ റീക്ക മറ്റേ മൂവിക്കകത്ത് സോള് പോയല്ലോ, ഇത് എവിടെ നിന്ന് വന്നേന്നുള്ള ഒരു ഇതുണ്ട്. സംഭവം സീസൺ 2 ലാസ്റ്റ് ഇൻട്രോ കൊടുത്തതുകൊണ്ടാണോ സീസൺ 3 കട്ട് ചെയ്തത്? ഒരു മൂവി അതിന്റെ ഇടക്ക് ഇറങ്ങി, അതാരെങ്കിലും കണ്ടോ? ഇതിന്റെ ആണോ? സീറോ. ഞാൻ എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞു. സീസൺ 2 സീനുകളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഐറ്റം ഇറക്കിയതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഇപ്പോ സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതത്ര ഇല്ല. യൂജി പാർട്ടി എടുത്തിട്ട് അടിക്കും പോലെ അടിക്കും. പക്ഷെ കാര്യമുണ്ട്, അവനവിടെ ഹോണറബിൾ ആയിട്ട് കാര്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാള് വെട്ടിക്കളയും ഇവരെന്ന് യൂത്തേടാ. അത് വേറെ ഒരുത്തനും ഇനി അങ്ങോട്ട് അവൻ മറ്റേ മടലൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട്. അടിക്കുമ്പോ പോലും അതുപോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്പ് റീബാറിന്റെ പീസൊക്കെ വെച്ചിട്ട് യൂത്ത് അടിക്കും. അത് കിടില ഫൈറ്ററാണ് വരാൻ പോണത്. പക്ഷെ ഇതുവരെ യൂത്തേടെ വെപ്പൺ ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂജി മാത്രമാണ്. കാരണം യൂത്തേടെ വെപ്പൺസിന് എല്ലാം കേഴ്സ് എനർജി ഇമ്പ്യൂ ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അത്രയും പവർ യൂജിക്കുണ്ട്. ചെറുക്കൻ മറ്റേ വേദനിക്കുന്ന കോടീശ്വരൻ MC ആണ്. പക്ഷേ അതായത് യൂത്തയ്ക്ക് ഗോജോയെക്കാളും കേഴ്സ് എനർജി ഉണ്ട്. ആ കേഴ്സ് എനർജി ഇവ ഇമ്പ്യൂ ചെയ്യുന്നത് ആ ഒരു വാളിനകത്തോട്ട്. അപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റത്തില്ല ഒരു സാധാരണക്കാരനെ കൊണ്ട്. അല്ലെങ്കിൽ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു പവർ വെച്ചിട്ട് അത് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ നീ ഇത് പറഞ്ഞില്ലേ, ഇത് യൂത്തയുടെ കഥയാണ്. ഇത് യൂത്തയുടെ സ്റ്റോറിയാണ്. അല്ലെ, ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പേ തന്നെ, 3 വർഷം മുമ്പേ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ ഇട്ടപ്പോഴത്തേക്കും സ്വാലിയും സൈലും കൂടി ഇരുന്ന് പറയുന്നുണ്ട് യോജിക്ക് ഒരു MC വൈബില്ല, യൂത്തൊക്കെയാണെന്നുള്ളത്. അന്ന് താഴെ മറ്റേ തെറി വിളിക്കാനും പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ കള്ളിങ് ഗെയിമിന്റെ അവസാനവും കാണണം ഇവിടൊക്കെ തന്നെ. കള്ളിങ് ഗെയിം കഴിഞ്ഞ് അടുത്തൊരാർക്കും കൂടെ വരും. കള്ളിങ് ഗെയിം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയും മെഗുമി ഫുഷികുറ എന്തിനാണ് സുഗുണ പറയുന്നത് നടക്കണേന്ന്. അപ്പൊ നിങ്ങൾ സത്യസത്യത്തെല്ലാം മനസ്സിലാക്കി. അപ്പൊ യൂജി ആര് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ഇടും. അപ്പൊ നിങ്ങൾ അതിന് കമന്റ് വരണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബേസിക്കലി ജിജിക്ക് ഇപ്പൊ 4 എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളപ്പോൾ നമുക്ക് ഒരുപാട് അതിനെപ്പറ്റി പറയാനൊരു ബുദ്ധിമുട്ട്. സ്പോയിലർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മളെ പൊങ്കാലിടും. അപ്പൊ അതുകൊണ്ട് നമ്മള് 4 എപ്പിസോഡിലുള്ള സ്പോയിലർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 എപ്പിസോഡ് വളരെ ലൈക്ക് ഓൾമോസ്റ്റ് ട്രൂത്ത്ഫുൾ ടു ദ മാങ്ക.
പിന്നെ എന്താ പറയുക, ജപ്പാൻകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുറേ വെസ്റ്റ് ടേസ്റ്റിനെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാങ്ക അനിമെ ചെയ്യുന്നത്. ഈ കുറച്ച് സാധനങ്ങൾ മാങ്കയിൽ നിന്ന് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു എന്നുള്ള കുറച്ച് സ്റ്റുഡിയോസിന് കംപ്ലൈന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ക വെച്ച് കുറച്ച് നന്നാവുന്നില്ല, നല്ല ഇവര് മറ്റേ സപ്പോർട്ട് ചെയ്യുന്നത് അനിമെ വൺ പഞ്ച് മാൻ ആയിരിക്കും ചിലപ്പോൾ സീസൺ 3 ആയിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആയിരിക്കും. പക്ഷെ ആ പ്രസന്റേഷനൊക്കെ അവർക്ക് കാണാൻ പറ്റും, നമുക്ക് പറ്റൂല. അവര് കള്ളിങ് ഗെയിമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അത് ഒറ്റ ഫ്രെയിം ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ, അതിന് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് യുജി ആണെങ്കിൽ മരിച്ചിട്ട് തിരിച്ചു വരുമല്ലോ, അപ്പൊ ഒരു ടൈമില് ഇവന്റെ ചൈൽഡ്ഹുഡിലേക്ക് ഇവൻ പോവല്ലോ, അവന്റെ അമ്മേനെ കാണിക്കുമല്ലോ, ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അമ്മ കെഞ്ചാക്കുവാണ്. അവന്റെ അമ്മ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളത്തെ യുജിയുടെ അമ്മ എന്ന് പറയുന്നത് കെഞ്ചാക്കുവാണ്. അത് നിങ്ങൾക്ക് ഇതുവരെ സംശയം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആനിമെ കണ്ടു കാണത്തില്ല. അതെ, നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആനിമെ കണ്ടു കാണത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ ചോസോ എന്തിനാ ഇവനെ ഓൾഡർ ബ്രദർ എന്ന് പറയുന്നത്? മൊത്തം 9 മക്കളുണ്ട് കെഞ്ചാക്കുവിന്. അതിൽ 9 മക്കളിലെ ഒരു മോനാണ് ഈ പറഞ്ഞ യുജി. അതിൽ ഏറ്റവും മൂത്ത മോനാണ് ചോസോ. ചോസയുടെ അച്ഛനാണ് കെഞ്ചാക്കു, യുജിയുടെ അമ്മയാണ് കെഞ്ചാക്കു. കെഞ്ചാക്കുവിന് ഏത് ബോഡി വേണോ ഇത് ചെയ്യാലോ, ബ്രെയിൻ മാത്രം മാറ്റിയാ മതി. അമ്മയുടെ തലയിൽ ഒരു പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് കെഞ്ചാക്കുവിന്റെ ഹീലായി, അത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അത്രയും വർഷം വെയിറ്റ് ചെയ്ത് നിന്ന് മറ്റേ സ്റ്റിച്ച് മാർക്സ് ഇത് മാറ്റി. പുള്ളിക്കാരി കുറച്ച് ഫാഷൻ സെൻസ് ഒക്കെ ഉള്ള ആളായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് മറ്റേ ഇതൊക്കെ ഇട്ട് ബോർഡർ ഒക്കെ ഇട്ട് പറഞ്ഞതാ. പക്ഷെ അതിന് വേറെ പലതും കുറെ നാൾ നിന്നില്ലേ. അപ്പൊ പിന്നെ അതെ, അപ്പൊ അല്ല, അപ്പൊ പിന്നെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നുണ്ട്, ഇവ ശരിയല്ല, ഇങ്ങനെയാണ് സംഭവം. ബേസിക്കലി കേഴ്സ്ഡ് എന്താ പറയാ, കെഞ്ചാക്കു ആണ്, ഒരു കേഴ്സ് ആണ്. അപ്പൊ കെഞ്ചാക്കുവിന്റെ മകൻ ആണ് ബേസിക്കലി യുജി. അതുകൊണ്ടാണ് സുക്കുണയുടെ ഫിംഗേഴ്സ് കഴിച്ചിട്ടും യുജിക്കൊന്നും പറ്റാത്തത്. ഫസ്റ്റ് എപ്പിസോഡ് എന്ത് നടക്കുന്നത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങ് വരണോ. അതെ സത്യം. അപ്പം ചോസോയ്ക്ക് യുജി അടുത്ത് ഇത്രയും സ്നേഹം, മറ്റേ പേരിന് സഹോ എന്ന് വിളിക്കുന്നല്ല, ലൈക്ക് ലിറ്ററൽ ബ്രദറാണ്. മുഖം കണ്ടപ്പോ മനസ്സിലായി ചോസോ ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിരുന്നു യുജിയുടെ അമ്മയ്ക്ക്. മുഖം വെച്ചിട്ട് ഭയങ്കര പെയിലായിരുന്നു. അതിന്റെ പ്രസക്തി എന്നല്ല, ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരിക്കലും യെസ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇതാണ് സംഭവം, യുജിയുടെ അമ്മ. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ മറ്റേ ചോപ്പറിന്റെ അനിമേഷൻ പോലെ ചെറുക്കനെ കൊണ്ട് ഫാമിലി ട്രീ. ഇത് ഇപ്പം നിങ്ങൾക്ക് തോന്നാം ഇവർ ഇത്രയും വലിയൊരു സ്പോയിലർ തന്നില്ല എന്നുള്ളത്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചോസോ എന്തിനാണ് ഇവനെ കയറി അനിയാന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഒരു സംശയം നിങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ലെങ്കിലാണ് അത്ഭുതം. അതെ. കാരണം ബ്ലഡ് ബ്രദറിന് വേണ്ടിയാണ് അവൻ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നത്. ഒരു എൽഡർ. അത് മാത്രമല്ല, ഇവൻ തന്നെ യുജി തന്നെ 2 ചേട്ടന്മാരെ കൊന്നിട്ടുമുണ്ട്. ചോസോടെ ആ ഡയലോഗ് അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് ഇഫ് യു ആർ എ ബ്രദർ യു ഗോ റോങ്, യുവർ താഴെയുള്ള ആൾക്കാർ അത് നോക്കി പഠിക്കില്ല, നിങ്ങൾ ബെറ്റർ ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ അത് താഴെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കും. വലിയേട്ടൻ പക്ഷെ നല്ല സൂപ്പർ ഡയലോഗ് ആയിരുന്നു. ഈ യുജിയെ ചോസോ എന്നാ നേരത്തെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതും യുജി അത്ര എടുത്തിട്ട് അടിക്കുന്നതിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അനിയന്മാരെ കൊന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഇവൻ തന്നെ പറയുന്നുണ്ട്, യുജി തന്നെ ചോസോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അനിയന്മാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത്, അനിയന്മാരെ കാണുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു ട്രിഗർ കിട്ടും, അത് ബ്ലഡ് റിലേറ്റഡ് ആണെന്നുള്ളതിൻ്റെ. കാരണം ഇവൻ ബ്ലഡ് മാനിപ്പുലേഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ട്രിഗർ കിട്ടും. അങ്ങനെ ട്രിഗർ യുജിയെ കാണുമ്പോൾ ഇവന് കിട്ടുന്നതുകൊണ്ടാണ് മനസ്സിലാവുന്നത് ഇവനും എൻ്റെ അനിയനാണ്. ആ മീം കണ്ടിട്ടുണ്ടായിരിക്കും, അവൻ മറ്റേ ഇരുന്ന് കരയുന്ന ഒരു സീനുണ്ടല്ലോ, മറ്റേ തലയിൽ കൈവച്ചിട്ട് ചോസോ കരയുന്ന ഒരു മീം, ഒരു മറ്റേ അക്കീറയില് മറ്റേ ലീവ് മീ അലോൺ, അതേപോലെ ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. അവൻ യുജി അവന്റെ ബ്രദർ ആണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ഇതുണ്ട്. സീസൺ 2 ഇവൻ കൊല്ലുമല്ലോ അവന്റെ അത് കഴിഞ്ഞിട്ട് ഒരു റിയലൈസേഷൻ അവന് ഹിറ്റാവും. അപ്പൊ ചോസോ ഫ്ലിപ്പ് ആവും. പിന്നെ ചോസോ ഭയങ്കര പോസിറ്റീവ്, മൈ ബ്രദർ. അത് മനസ്സിലാവണല്ലോ. അത് ഇത് വേറെ എവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ആക്ച്വലി മാങ്ങയിൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഒരു ഹിന്റെങ്കിലും ഉള്ള ഈ സാധനത്തിനകത്താണ് ഇങ്ങനെ പറയുന്നത്. എന്താ പറയാ, കെഞ്ചാക്കുവിന്റെ മോനാണെന്ന് ചെറിയൊരു ഹിന്റ് പോലെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, സത്യസന്ധമായി പറഞ്ഞ ഇതാണ്.
പക്ഷെ ഇതുവരെ മാങ്കയിൽ പ്രതിപാദിക്കാത്തതുകൊണ്ട് കുറെ പേർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. മാങ്കേലി സാധനം പ്രതിപാദിക്കുന്നുണ്ടോ? മാങ്കയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാങ്കയിൽ പറയും, ലൈക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് പറയും ഇങ്ങനെയാണ് സംഭവം. കാരണം മറ്റേ ഷിൻജി വരുമല്ലോ, ഷിൻജി വന്നിട്ട് യൂത്ത് എല്ലാരും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ചോദിക്കും ടെങ്കന്റെ കൂടെ ആരാ ഉള്ളതെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു കോൺവെർസേഷനിലാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്, യുജിയെ പറ്റി സംസാരിക്കുന്നത്. സ്പോയിലറാണോ? കാണാനില്ല, മാങ്ക വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇപ്പഴാണ് പറഞ്ഞത്, അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ ഈ പറഞ്ഞതിന് ഇപ്പൊ ഇത്രയും പറഞ്ഞില്ല നമ്മള്. പക്ഷേ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ കള്ളിൻ ഗെയിമിലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വരുന്ന ആർക്കിനകത്തോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു സ്പോയിലർ, അയ്യോ അത് ഞാൻ ഓൾറെഡി അറിഞ്ഞല്ലോ, അങ്ങനെ ഒരു തോന്നൽ വരാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? മെയിനൊക്കെ വേറെ വിഷയങ്ങൾ വേറെ, അങ്ങനെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതിന് പറ്റിയുള്ള ഇൻഫർമേഷൻ വേണ്ടേ? ഇൻഫർമേഷൻ ഇല്ലല്ലോ. ഇത് സംഭവം പോകുന്നത് വേറെ ഡയറക്ഷനിലാണ്, നമ്മൾ ആലോചിക്കുന്നത് വേറെ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കും മനസ്സിലാവുള്ളൂ, ഓ ഇങ്ങനെയായിരുന്നില്ലേ സംഭവം. ഇതിന്റെ മറ്റേ ഹെഡ് മാസ്റ്റർ അല്ലല്ലോ എന്തൊരു പറഞ്ഞ ജഡ്ജ്, ഗ്രാൻഡ് മാസ്റ്റർ ഹിക്കാരി, ഷിൻജി, ഇതൊക്കെയാണ് നിങ്ങളെ മെയിൻ കൺസേൺ ആവേണ്ടത്. ഈ ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ജഡ്ജ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ 2 എപ്പിസോഡ് സ്കിപ്പ് ചെയ്തെന്ന് അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്തില്ല, അതാണ് സംഭവം. പിന്നെ ഒരു കൊമേഡിയൻ പറ്റുമല്ലോ ഇനി, ഒരു ജോക്കർ പോലെ. ജോക്കർ അല്ല, ലൈക്ക് അവൻ ലൈക്ക് കെഞ്ചൊക്കെ പോയിട്ട് ലാസ്റ്റ് ഒരു കോമഡി പോലത്തെ ഒരു ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടർ, പകുതി ഡ്രസ്സില്ലാത്തൊരുത്തൻ. ഓപ്പണിംഗിലുള്ള ഇതാണോ? ഓപ്പണിംഗിലുള്ള ക്യാരക്ടറാണോ? എടാ അത്രയ്ക്ക് കൂറ ഇല്ലുസ്ട്രേഷൻ ആണ് അത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്ര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ അങ്ങ് മറ്റേ സ്കിപ്പ് ചെയ്ത് സ്റ്റോറി മാത്രം മനസ്സിലാക്കിയായിരുന്നു മാങ്ക കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡ്രോപ്ഡാ. ഡ്രോയിങ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ സമയം ഇതുമല്ല സോളോ ലെവലിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ ORV കുറിച്ചോ ഗ്രേറ്റസ്റ്റ് ഡെവലപ്പറിനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ ഓരോന്ന് എടുത്തെടുത്ത് പറയാൻ പറ്റും, കാരണം നല്ല വരപ്പുണ്ട് അതിനകത്തൊക്കെ. നോർത്തൺ ബ്ലേഡ് മൊത്തം പറഞ്ഞുതരാം, എത്ര പേരുണ്ട്, ആരൊക്കെയാണ് സുപ്രീം ലീഡർ, ആരൊക്കെയാണ് പറഞ്ഞുതരാം. ഇത് ഓപ്പണിംഗിൽ കാണിക്കുന്നുണ്ട് ഇവനാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ലാസ്റ്റ് എപ്പിസോഡ്. ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവനാണ് ലാസ്റ്റ് എപ്പിസോഡ് കാണിച്ചിട്ടുള്ളത്. ഒരു ക്രാക്കഡ് ക്യാരക്ടറാണ്, അഴുക്ക് ചെറുക്കൻ. ഓപ്പണിംഗിൽ ചോസ് കിടന്ന് കറങ്ങുന്നുണ്ട്. ഓപ്പണിംഗിൽ ഓപ്പണിംഗിൽ ചോസ് മറ്റേ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, കുറച്ച് നേരം മീമായിരുന്നു. ഞാനതൊക്കെ സ്കിപ്പ്. ഓപ്പണിംഗ് അത്യാവശ്യം നല്ലായിരുന്നു കേട്ടോ. ഓപ്പണിംഗിൽ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, അതാണ് ഓപ്പണിംഗ് ആണ്. എനിക്ക് ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ ജയജയുടെ സീസൺ 2 യു ആർ മൈ സ്പേസ് കാണിക്കുന്നത് എന്തുവാ, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും ഈ മരിച്ചുപോയ ക്യാരക്ടേഴ്സ് ഒക്കെ തിരിച്ചു വരുമെന്ന്. വൺ പീസ് അല്ല, ആരും വരാൻ വൺ പീസ് നെറുട്ടോ ഒന്നും അല്ലാണ്ട് ആരും തിരിച്ചു വരൂല. അതുകൊണ്ട് നിങ്ങൾ ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞേക്ക്. ഓരോ ഫോട്ടോ വെച്ച് തൂക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റൂം അങ്ങ് ഇതിനകത്ത് പറഞ്ഞ ഒരു ആർക്ക് കഴിയുമ്പോ പാതി പേരങ്ങ് പോവുക, ബാക്കിയുള്ളവർ മതി ഇവർക്ക്. അതാ നിങ്ങൾക്ക് എല്ലാരെയും മറ്റേ കാണുന്നില്ല മരിച്ചപ്പോ കരഞ്ഞു പോയി. അപ്പൊ ഇനി കരയാനും സമയം ഈ മറ്റേ ആരെങ്കിലും മറ്റേ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലി ട്രീ നമ്മൾ വരയ്ക്കാൻ നോക്കാം. അങ്ങനെയാണ് വരച്ചിട്ട് അടുത്തൊരു ഷോക്കേസ് ചെയ്ത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ ഉണ്ടോ ഇല്ലയോ, ആ സാധനങ്ങളൊക്കെ നൈസ് ആയിരിക്കും. ഐ തിങ്ക് ഇത്രയും തന്നെ മൈൻഡ് അപ്പ് ചെയ്യാം. സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് മാപ്പ. ഒരേ സമയം ഹെൽസ് പാരഡൈസും അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഹെൽസ് പാരഡൈസും അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2 മിനിറ്റ് മോനും. അല്ല എന്നാൽ ഇവന്മാർ എന്തിനു വേണ്ടിയാ ഈ പറഞ്ഞ ഇതിനു മുമ്പും ഹെൽസ് പാരഡൈസും ഇതും ഒരുമിച്ച് ഇറക്കി വിട്ട്. ഏതാ അന്ന് ജെജെയുടെ ഫാൻഡത്തിന്റെ ടോക്സിക് ഫാൻഡം കാരണം ഈ ഹെൽസ് പാരഡൈസിന് കിട്ടേണ്ടുള്ള റെക്കഗ്നേഷൻ കിട്ടില്ല. ഇയാളുടെ വീണ്ടും കൊണ്ട് ഒന്നിച്ചിറക്കി വിട്ട് ഹെൽസ് പാരഡൈസ് ആരും മിണ്ടുന്നില്ല, ജെജെയൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ. എന്തിനാ അത് ഒന്നിച്ചിറക്കി വിടുന്നത്, എന്തിനാ എനിക്ക് മനസ്സിലാവാതെ. ഹെൽസ് പാരഡൈസ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. കാരണം ഹെൽസ് പാരഡൈസ് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിക്കാണ്. എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉള്ളത് എനിക്ക് അതിനേക്കാളും എക്സ്പെക്ടേഷൻ ഉള്ള സാധനം തന്നെ ഗ്രാൻഡ് ബ്ലൂ ഡ്രീമിങ്. എന്റെ മോനെ എന്തോ കിട്ടില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അഭിപ്രായം പറഞ്ഞു അത് വേറെ അനിമയല്ലേ? ഗ്രാൻഡ് ബ്ലൂ ഡ്രീമിങ് എന്ത് സംഭവം, പ്ലോട്ട് അയ്യോ ഗ്രാൻഡ് ബ്ലൂ
ഗ്രാൻഡ് ബ്ലൂ സീസൺ 2. ഓക്കെ ഓക്കെ ഞാൻ കണ്ടു, ഞാൻ ഫുൾ ഇറങ്ങി കാണാന്നുള്ള രീതിക്ക് ഇരിക്കുമായിരുന്നു. സീസൺ 1 കണ്ടില്ലായിരുന്നു. ഒരു ഒച്ച അടിക്കട്ടെ അല്ലേ? ഓ വേണ്ട, ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് കുറച്ച് കോമഡിയാടാ, ഔട്ട് കോമഡി. ലൈക്ക് സ്പോർട്സ് ആനിമയാണ് ബട്ട് കോമഡിയാണ്. സ്പോർട്സ് ആനിമകളും പലതും കണ്ടിട്ടില്ലേ? ടെന്നീസ് കണ്ടിട്ടുണ്ട്, വോളിബോൾ കണ്ടിട്ടുണ്ട്. ഇത് സ്കൂബ ഡൈവിംഗ് ആണ് ഇതിനകത്ത് സ്പോർട്സ്. പക്ഷെ അത് കാണിക്കുന്നില്ല. ഡൈവിംഗ് ആണ് പക്ഷെ നമ്മളെ കാണിക്കുക, കുഴപ്പമില്ല. പിന്നെ മറ്റേ എന്തായാലും ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അനിമ മറ്റേ ഈ സാധനമാണ് ക്യാമ്പ് ഫയർ കുക്കിംഗ് അനദർ. എൻ്റെ പൊന്നു മോനെ, ഒരു ബഹളവും പ്രഷറും അനാവശ്യമായ ശബ്ദമൊന്നും ഇല്ലാത്തൊരു അനിമി. ഭയങ്കര എന്നുവെച്ചാൽ പ്ലോട്ട് ഭയങ്കര സിമ്പിളാണ്. ഒരു മെയിൻ ക്യാരക്ടർ വരുന്നു, ഒരു മെയിൻ ക്യാരക്ടർ വേറെ ലോകത്തോട്ട് ട്രാൻസ്പോർട്ട് ആവുന്നു, ഇസക്കായി സാധനം. പക്ഷെ ഭയങ്കര നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കാഷ്വൽ ആയിട്ട് കാണാൻ പറ്റുന്ന വഴിതെറ്റി പോകുന്നു. ഇനി എനിക്ക് ജെജെക്കെ പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മൾ എന്താ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്ത എപ്പിസോഡ് കാണും വരെ. ബൈ.